ശ്രീ ഗോകുൽ, നരേന്ദ്രമോദി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 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 ഉണർവ് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ ആരാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിത്രമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ താഴെത്തട്ടിൽ മുതൽ ഒരു പ്രവർത്തന ആവേശം ഉണ്ടാക്കിയെടുക്കുകയും വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു നിർണായക ശക്തിയായി മാറാനുള്ള നീക്കം കൂടിയാണോ ഇത്? തീർച്ചയായും ഒട്ടും അനൗപചാരികമല്ല. ഔപചാരികമായി തന്നെ ഇന്നലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഔപചാരിക പൊതുസമ്മേളനമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നലെ 2026 നമ്മൾ ഈ വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായിരുന്നു ഇന്നലെ നരേന്ദ്രമോദി നടത്തിയത്. ഒരു സംശയവും വേണ്ട അത് കാര്യത്തിൽ. അതോടൊപ്പം ജനങ്ങൾ ആവേശഭരിതരാകുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ, കാരണം കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം വിജയസാധ്യത ഒട്ടുമില്ലാത്തൊരു ദേശീയ പാർട്ടിയാണെങ്കിലും ചെറിയ രീതിയിൽ മാത്രം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഏകദേശം 2021 ആ വോട്ട് ഷെയർ വല്ലാണ്ട് നമ്മൾ 20% വർദ്ധിക്കുകയും വിജയിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് പിന്നീട് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് എല്ലാം നടന്നപ്പോൾ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന പാർട്ടിയിൽ നിന്ന്, മൂന്നാമത് മത്സരിക്കുന്ന പാർട്ടിയിൽ നിന്ന് വിജയിക്കാൻ കഴിയുന്ന പാർട്ടിയിലേക്ക് BJP-യുടെ രാഷ്ട്രീയ ഭൂപടം മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും ജനങ്ങളും ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾക്ക് BJP-യുടെ തിരുവനന്തപുരത്തെ വിജയം, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയുടെ വിജയം, ജനങ്ങൾക്ക് കൂടുതലായി BJP-യിൽ വിശ്വാസം അർപ്പിക്കാൻ, വോട്ട് ചെയ്യാൻ. നമുക്കറിയാലോ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിജയിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കാൻ ഒരു സൈക്കോളജി എപ്പോഴും വർക്ക് ചെയ്യും. ഇപ്പോൾ പിണറായി വിജയനെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെങ്കിലും, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ കണ്ണെടുത്താൽ കണ്ടുകൂടെങ്കിലും, ചിലപ്പോൾ UDF-ന് എവിടെയെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ എഡ്ജ് കിട്ടിയതുപോലെ എഡ്ജ് കിട്ടാൻ കാരണം രണ്ടാമത് ആരെന്നൊരു പരിശോധനയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൽ സാധ്യതയുള്ളത് BJP-ക്കാണെന്ന് ജനങ്ങളോട് തെളിയിക്കാൻ BJP കഴിഞ്ഞു. അപ്പോൾ വീണ്ടും BJP-ക്ക് വോട്ട് ചെയ്യാൻ, ഇപ്രാവശ്യം BJP ജയിക്കുമോ എന്ന സംശയത്തിൽ നിന്ന ആൾക്കാർക്ക് പോലും BJP-ക്ക് വോട്ട് ചെയ്യാനുള്ള ആത്മവിശ്വാസവും ആ കരുത്തും വന്നിട്ടുണ്ട്. അതിനേക്കാൾ വർദ്ധിത വീര്യത്തോടു കൂടി കഴിഞ്ഞ നാളുകളിൽ ത്യാഗങ്ങൾ സഹിച്ച് ഒരു ലാഭേച്ഛയുമില്ലാതെ നിസ്വാർത്ഥരായി പണി ചെയ്ത, പ്രവർത്തിച്ച, സ്വന്തം ജീവിതവും ജീവനും അവരുടെ എല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്കുള്ള ആത്മവിശ്വാസം കൂടിയായി തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പും മറ്റ് 30ഓളം പഞ്ചായത്തുകളിൽ BJP-യുടെ പ്രസിഡന്റുമാർ ഭരണത്തിലെത്തിയതും കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ തന്നെ മറ്റ് 2 മുന്നണികൾക്കും ഒരു അങ്കലാപ്പാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ചലനം ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. കാരണം മുൻകാല പ്രധാനമന്ത്രിമാരെ പോലെയൊന്നും അല്ല നരേന്ദ്രമോദി വന്ന് ഇളക്കമുണ്ടാക്കുന്നത്. അത് ഇപ്പോൾ തന്നെ 38 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ 30,000 വോട്ടിന് മുകളിൽ നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്കുകൾ എന്ന് പറയുന്നത് തദ്ദേശം, അതിന് തൊട്ട് മുമ്പ് ലോക്സഭ. ഇത് രണ്ടുമാണ് താരതമ്യം ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ 38 ഇടം എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറിനെയും വോട്ട് വിഹിതത്തേക്കാൾ കൂടുതൽ നമുക്ക് ആധികാരികമായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി താരതമ്യപ്പെടുത്താൻ കഴിയുക നമ്മുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യം തന്നെയാണ്. ആ രീതിയിലേക്ക്, ആ സമയത്ത് നമുക്ക് വോട്ട് ലഭിച്ച മണ്ഡലങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം സംഘടനാ മിഷനറിക്കുണ്ട്. ആ വോട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. സ്വാഭാവികമായിട്ടും ആ കരുത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് വിജയിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അപ്പോൾ അത് തിരുവനന്തപുരത്താണെങ്കിലും മറ്റേത് ജില്ലകളിലാണെങ്കിലും ആ മണ്ഡലങ്ങളിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയൊന്നും BJP-ക്കില്ല. നമുക്കറിയാലോ, 140 മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. ആ വിജയം ജനങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നരേന്ദ്രമോദിജി, അതിപ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമല്ലല്ലോ. നരേന്ദ്രമോദിജി ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ലീഡറാണ്. ഒരു എന്താ പറയുക, ആഗോള വ്യക്തിത്വത്തിന്, അല്ലെ ആഗോള ഒരു നേതാവായി ഇന്ത്യയിൽ നിന്ന്
ഈ പതിറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ വളർന്ന ഒരു നേതാവ് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഊർജ പ്രവാഹമാണ് ഉണ്ടാവുന്നത്. നരേന്ദ്രമോദിജി കൺമുമ്പിൽ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഊർജ പ്രവാഹത്തിന്റെ തരംഗം ദേഹത്ത് അല്ലെങ്കിൽ മനസ്സിൽ കൊള്ളുന്ന ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒരു സന്തോഷവുമാണ്. അതാണ് കാണുന്നത്. മോദി വരുമ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും CPM-ഉം കോൺഗ്രസും UDF-ഉം LDF-ഉം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഊർജ തരംഗം ഒരു വിജയത്തിലേക്ക് ഏത് പ്രതിസന്ധിയിലും BJP നയിക്കാൻ പറ്റുന്ന ഊർജമാണ് മോദി മോദിയിൽ നിന്ന് പ്രവഹിക്കുന്നത്. അവർക്ക് നന്നായിട്ടറിയാം. കാരണം മോദി വരും, മോദി നിങ്ങൾ അഭിസംബോധന ചെയ്യും, മോദി ഇവിടെ മാറ്റം വരുത്തും, വികസനം കൊണ്ടുവരുമെന്ന് തിരുവനന്തപുരത്തിനോട് BJP പറഞ്ഞപ്പോൾ മോദി വന്നില്ലല്ലോ. ആ സമയത്ത് മോദി വരുമെന്ന വാക്കിന് പോലും ആ ഊർജം ഉണ്ടാക്കാൻ കഴിഞ്ഞു, BJPക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ മോദി വന്ന കേരളമാണിത്. ആ ഊർജത്തിൽ നിന്ന്, ആ വാഗ്ദാനത്തിൽ നിന്ന് വാഗ്ദാനം പാലിച്ച് മോദി തിരുവനന്തപുരത്തെത്തി. അപ്പോൾ അത് സൃഷ്ടിക്കുന്ന ഊർജം വല്ലാണ്ട് വലുതാണെന്ന് CPM-നും കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് അവർ ഇന്നലെ തൊട്ട് ചില ആളുകൾ തിരിഞ്ഞു നിന്നു, ചില ആളുകൾ മാറി നിന്നു, ചില കാലി തൊട്ട് വണങ്ങിയത് മോശമായിപ്പോയി, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചത് മോശമായിപ്പോയി, VV രാജേഷ് മേയറുടെ തല ആ ഫോട്ടോയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുമുള്ള കോമാളിത്തനങ്ങൾ ഈ കേരളത്തിലെ CPM കോൺഗ്രസും പറയുന്നുണ്ട്. പക്ഷേ ഈ 140 മണ്ഡലങ്ങൾ ഒരുപോലെ കാണുന്നു എന്ന് പറയുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ വലിയ നോട്ടമാണ് BJP കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഈ ലോക്സഭാ മണ്ഡലത്തിൽ പോലും തിരുവനന്തപുരമാണ് ആദ്യം ജയിച്ചു വരേണ്ടതെന്ന് ഒരു കാലത്ത് കരുതിയതാണ്. ഏതാണ്ട് വിജയത്തോട് വരെ അടുത്ത് നിൽക്കുന്ന ഇടവുമാണ്. രാജഗോപാൽ ഒരിക്കൽ ജയിച്ചു എന്നുള്ള മട്ടിലെത്തിയതാണ്. അതുപോലെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയവും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നില്ലേ? പ്രത്യേകിച്ച് കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ഇതൊക്കെ അതിപ്രധാനമായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളല്ലേ? ഇതെല്ലാം അതിപ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ വിജയസാധ്യതകളും ഉള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസവും. അതിന് കാരണമെന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ പോകുന്ന ജില്ല തിരുവനന്തപുരമാണ്. അതിന് കാരണം നമുക്ക് രണ്ട് തരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങൾ എപ്പോഴും എല്ലാ പാർട്ടികൾക്കും ഉണ്ടാവും. ഒന്ന് സംഘടനാ ശക്തി, ഒന്ന് രണ്ട് പാർലമെന്ററി ശക്തി. BJPക്ക് കേരളത്തിൽ ഈ രണ്ട് ശക്തികളും, ഈ രണ്ട് ഏറ്റവും അതിപ്രധാനമായ ശക്തിയും ഒരേപോലെ വരുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. സംഘടനയ്ക്കും കരുത്തുണ്ട്, പാർലമെന്ററി രാഷ്ട്രീയത്തിനും കരുത്തുണ്ട്. നമ്മൾ തെളിയിച്ചല്ലോ ഈ നഗരസഭയിൽ. അപ്പോൾ ഈ രണ്ട് കരുത്തും കൂടി ചേരുമ്പോൾ സാറിപ്പോൾ പറഞ്ഞ പോലെ നേമം, ഈ വട്ടിയൂർക്കാവ്, കാട്ടാക്കട, കഴക്കൂട്ടം, അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വിജയിച്ചു വരാൻ വേണ്ടി കഴിയും. അതുപോലെ ഈ നഗരസഭയുടെ പശ്ചാത്തലത്തിലും വിജയിച്ചു വരാൻ വേണ്ടി കഴിയും. അവിടെ കൂടുതലായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അധികമായി നടക്കും, ഉറപ്പായിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ വിജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളാണെന്നേ. ഇതെല്ലാം ഉറപ്പായി വിജയിച്ചു വരാൻ വേണ്ടി പോകുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനുള്ള ഒരു ആവേശം തന്നെയാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതും. ഇത് തിരുവനന്തപുരം അല്ലാതെ നമുക്കറിയാം, ആലപ്പുഴ ആയാലും പിന്നെ മറ്റു പല ജില്ലകളിലും ഒറ്റപ്പെട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങ് കാസർഗോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ചേശ്വരം ഒക്കെ ഇതിന്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ്. ജനങ്ങൾ ഈ എന്താ പറയുക, ഞാൻ സൂചിപ്പിച്ചില്ല, ആ ഒരു വിന്നബിലിറ്റി സൈക്കോളജി ഇപ്രാവശ്യം ജനങ്ങൾക്ക് വേറെ രീതിയിൽ മാറിയിട്ടുണ്ട്. CPM-നെ വെറുത്താൽ കോൺഗ്രസിനല്ല, കോൺഗ്രസിനെ വെറുത്താൽ CPM-നല്ല. ജനങ്ങൾ വെറുക്കുന്ന കോൺഗ്രസിനെയും CPM-നെയും മാറ്റി നിർത്തി BJPക്ക് വോട്ട് ചെയ്യാൻ ആത്മവിശ്വാസം ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ശക്തിയും ഉപയോഗിച്ച്, എല്ലാ ആത്മവിശ്വാസവും ഉപയോഗിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ മാറ്റുന്ന വലിയ മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ BJP വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ആ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതും അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന ആത്മവിശ്വാസവും ധൈര്യവും BJPയെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ വളർത്താൻ പോകുന്ന, ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടാൻ വേണ്ടി പോകുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, അത് ആലപ്പുഴയിൽ മാത്രമല്ല, അത് കാസർഗോഡോ കോഴിക്കോടോ മാത്രമല്ല, കേരളത്തിലെ ഉടനീളം BJPയുടെ ഈ വികസിത കേരളം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഇന്നലെ ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭന്റെ മണ്ണിൽ നിന്ന്
പ്രസംഗിച്ചപ്പോൾ, തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ സംഘടനാ ശരീരത്തിനും ആത്മവിശ്വാസത്തിനും കൂടുതലായി ലഭിച്ച ആ ഊർജ പ്രവാഹം കേരളത്തിലുടനീളം വീശുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസമാണ് സംഘടനയ്ക്കുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.